സാമൂഹ്യ പ്രസക്തി ഉള്ളതല്ലാത്തതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഇത്രയും കാലം അവഗണിച്ചത്. ഒരു സെലിബ്രിറ്റിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ അറിയാൻ അവരെ ആരാധിക്കുന്നവർക്ക് അർഹതയുള്ളതുകൊണ്ട് അത്തരം സെലിബ്രിറ്റികളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ചെയ്യുന്നത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എങ്കിലും ഇതിപ്പോൾ ഇട്ട എന്തിനാണെന്നറിയാം, മറുനാടൻ എന്ന അഖിൽ എൻആർഡിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞ ഒരു വാചകമാണ്. ഇതെന്തിനാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവിടെ വന്ന് കമന്റ് ഇടുന്നുണ്ട്, അയ്യോ നിങ്ങൾ ഒളിച്ചോടിയത് വിറ്റ്, അയ്യോ ആ പാവം പയ്യനെ ഉപദ്രവിക്കുന്നു, അയ്യോ നിങ്ങൾ അത് വെച്ചാരും മേടിക്കുന്നത്, ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് മുറവിളിയാണ്, നിങ്ങൾ ഇനി എല്ലാവരും ഒളിച്ചോടാൻ വേണ്ടി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞുള്ള മുറവിളിയാണ്. നമുക്ക് ഏത് സെലിബ്രിറ്റീസിനെ നമ്മൾ ഇഷ്ടപ്പെടുക ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ കൃഷ്ണകുമാറിന്റെ KK ഫാമിലി ആണെങ്കിൽ അവരുടെയൊക്കെ ഏത് വീഡിയോ ഇട്ടാലും, ഇപ്പൊ അഖിൽ എൻആർഡി ഏത് വീഡിയോ ഇട്ടാലും മില്യൺ കണക്കിന് വ്യൂസ് ആ കിട്ടുന്നത്. ആൾക്കാർ സമയം ഉണ്ടാക്കി ഇതൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം, അല്ലെ അവരെ ആരാധിക്കുമ്പോൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെ അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കേൾക്കാനും ഉള്ള താല്പര്യം ജനങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ വെറുതെ ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയാൽ അതൊരു വാർത്തയാക്കിയപ്പോൾ അയ്യോ അഖിൽ എൻആർഡി അങ്ങ് ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് വെറുതെ കുറെ നല്ല പിള്ളകൾ അങ്ങോട്ട് ചമയാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് അവർ അതിനെപ്പറ്റി വീഡിയോ നേരെ തിരിച്ച് വീഡിയോ ഇട്ടവരെ കളിയാക്കി അങ്ങിട്ട് അവർ റീച്ച് ഉണ്ടാക്കി. ചെയ്തതെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ അവർ ഇട്ടവരെ അങ്ങ് കളിയാക്കി, വീഡിയോ ഇട്ടവരെ കളിയാക്കി. ഇപ്പൊ മറുനാടനെ പോലെ ഒരു വലിയ ചാനലാണേലും പറയുന്ന കേട്ടോ, ഇപ്പൊ മോഹൻലാലിന്റെയോ മഞ്ജു വാര്യരുടെയോ ആരുടെ ആണെങ്കിലും എന്താണേലും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്, അവരുടെ കാര്യം കേൾക്കാൻ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ട്. അതിന്റെ വ്യൂസ് നോക്കി അറിയാം. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ അഖിൽ എൻആർഡിയുടെ വൈഫ് മേഘ ഇങ്ങനെ ഒളിച്ചോടിപ്പോയത് അയൽവക്കത്തെ CCTVയിലാണ് പതിഞ്ഞത്. അവരാണ് അത് പുറത്തിട്ടെന്ന് തോന്നുന്നു. അതല്ല അഖിൽ എൻആർഡി ആണോ അത് പുറത്തിട്ടെന്ന് അറിയില്ല. അപ്പം അഖിലിന്റെ പേരിൽ മേഘ കേസ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സീൻ പുറത്തുവിട്ടതിന്. പിന്നെ ഇവര് പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് പരസ്പരം ചെളിവാരി എറിയില്ല എന്നുള്ളതും അവർ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുള്ള. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ആദ്യമത്തെ ന്യൂസ് എന്തായിരുന്നു നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. ആദ്യമത്തെ ന്യൂസ് ഈ പെൺകുട്ടി ഒളിച്ചോടിയെന്ന് പറഞ്ഞ ഉടനെ തന്നെ അയ്യോ അവന്റെ മുഖം കണ്ട അങ്ങനെയാണ് തോന്നുന്നത്, ഇങ്ങനെയാണ് തോന്നുന്നത്, അവന് ആണത്തമില്ല, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, വേറൊരു ഭാഷയുണ്ടല്ലോ ആ ഭാഷയൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് ആണല്ലാതാക്കാനാണ് സോഷ്യൽ മീഡിയ പടേന്ന് ശ്രദ്ധിച്ചത്. അത് അങ്ങനെയല്ല എന്ന് ആ ഒളിച്ചോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം യൂട്യൂബേഴ്സാണ് വീഡിയോ ചെയ്തത് പലരും, അതായത് റിയാക്ഷൻ ചാനലിൽ പലരുമാണ് പറഞ്ഞത് അങ്ങനെയല്ല, ഈ പെൺകുട്ടി ഈ റീൽസും ഒക്കെ ഇടുന്ന ഈ ഡ്രൈവറുമായിട്ട് നേരത്തെ തന്നെ സ്നേഹമാണ്, അവസാനത്തെ വെഡിങ് ഡേ അവരെ ആഘോഷിച്ച് കാറും ഒക്കെ മേടിച്ചിട്ട് ആ പെൺകുട്ടി ഒരു വാക്ക് പോലും പറയാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ ആ കുട്ടിക്ക് അതിൻ്റെതായ ന്യായമുണ്ട്. ഒരു സൈഡിൽ അങ്ങനെ പറയാം, ഈ ജീമോൻ എന്ന് പറയുന്ന വ്യക്തി ഈ കുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോഴും ആ കുട്ടിയെ അയാൾ എവിടെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ആ കുട്ടിയുടെ ഭാഗത്ത് അതിന്റെ ന്യായമുണ്ട്. കാരണം വളരെ വാത്സല്യത്തോടെ അച്ഛൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഇവരുടെ വീട്ടിലെ അഖിലിന്റെ അച്ഛന്റെ അമ്മയുടെയും പെരുമാറ്റം അംഗീകരിക്കാനോ അവരെ സ്നേഹിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അൺഹാപ്പിയാണ് ആ കുട്ടി അവിടെ. അപ്പൊ പിന്നെ പുതിയ തലമുറയിലെ പിള്ളേരെ എന്താണ് ചെയ്യുക, വാ ഇറങ്ങ് നമുക്ക് രണ്ടുപേർക്കും മാറി താമസിക്കാം എന്നാണ് പറയാ. അഖിലിനോട് അത് പറഞ്ഞു. അപ്പൊ അഖിൽ അതിന് തയ്യാറല്ല. കാണപ്പെട്ട ദൈവം പോലെ അച്ഛനെയും അമ്മയും കാണുന്ന പയ്യനാണ്. നമുക്കറിയാം പുള്ളിയുടെ ക്യാരക്ടർ കാണുമ്പോഴറിയാം. അച്ഛനാണ് വളരെ കാർക്കശ്യക്കാരൻ. ചില അച്ഛന്മാര് പിള്ളേര് പെണ്ണ് കിട്ടിയാലും ആ ആമ്പിള്ളാരെ വരയെ നിർത്തിയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒന്നിനും സ്വാതന്ത്ര്യം കൊടുക്കാതെ എത്രയോ പേരുണ്ടെന്നറിയാം. അപ്പൊ അഖിൽ അത് അംഗീകരിച്ചു പോകുന്നുണ്ട്. ചെറുപ്പം തൊട്ട് ശീലിച്ചായോണ്ട് ഒരു ഈ അടിമത്തം പോലെ ആണെങ്കിലും ഇനി സ്നേഹത്തിന്റെ പുറത്ത് അംഗീകരിച്ചു കൊടുത്ത് കീഴ് വഴങ്ങി ശീലിച്ചുകൊണ്ടായിരിക്കും. ഈ പെൺകുട്ടി അങ്ങനെ ആയിരിക്കില്ല വളർന്നത്. അപ്പൊ അതിന് പെട്ടെന്ന് അത് അംഗീകരിക്കാൻ പറ്റാതെ നമുക്ക് ഇറങ്ങാം, മാറി താമസിക്കാന്ന് പറയുമ്പോ അഖില് പറയുന്നു ഹോസ്റ്റലിൽ നിന്നെ ആക്കാന്ന്. അപ്പൊ ഈ പെൺകുട്ടി വീട്ടിലെല്ലാം വിളിച്ച് പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. വീട്ടുകാര് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ, ഈ പെൺകുട്ടിയുടെ ഒരു കുട്ടിത്തം നടന്ന സ്വഭാവം അവർക്ക് അറിയുകയും ചെയ്യാന്നുകൊണ്ട് അവരതാരും കാര്യമാക്കിയില്ല. അപ്പൊ സ്നേഹം കിട്ടിയ ഡ്രൈവറുടെ സ്നേഹത്തിന്റെ പ്രേരണയിൽ ആ പയ്യന്റെ കൂടെ ഒരല്പം പോലും ആലോചിക്കാതെ ഇറങ്ങിപ്പോയെങ്കിലും അവർക്കിപ്പം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തപ്പോൾ അത് അവർക്ക് നാണക്കേടായിട്ട് അവർ മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒക്കെ സത്യം പറഞ്ഞാൽ പൈസ കൊടുത്താണ് ആ ഒരു പോസ്റ്റ് ഇടിയിച്ചത്. ഏത് പോസ്റ്റാണ്? അഖിൽ എൻആർഡിയുടെ കൂടെ ഒളിച്ചോടിയതല്ല, അച്ഛന്റെ വീട്ടിലുണ്ട് എന്നുള്ള രീതിയിൽ പൈസ കൊടുത്തിടിയിച്ച പോലെ ഇട്ടതാണ്. മേഘയുടെ അച്ഛന് ധാരാളം പൈസയൊക്കെ ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇട്ട് അവർക്ക് പോയ അഭിമാനം അവരെ വീണ്ടെടുക്കാനൊക്കെ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ചിന്തിച്ച ഒരു കാര്യം മനസ്സിലാക്കും, ഈ അച്ഛന് ഈ അഭിമാന ബോധം ഉണ്ടായല്ലോ, മകൾ ഇങ്ങനെ ഒളിച്ചോടിയത് ഒരു നാണക്കേടാണ്, ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ആ പയ്യൻ എന്ത് നാണക്കേടാണ്, അവൻ ഒരു ശൂലത്തെ നിൽക്കുന്ന പോലെ നിന്നില്ലേ 1-2 ദിവസം അഖില്. അപ്പൊ അവൻ എന്ത് നാണക്കേടാണ്, ഇതെല്ലാവർക്കും നാണക്കേടാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ മനോരമയ്ക്കൊക്കെ പൈസ കൊടുത്തൊരു പോസ്റ്റ് ഇടിക്കുന്നത്.
അപ്പം ആ നാണക്കേട് എന്തുകൊണ്ട് ഈ മോക്ക് തോന്നിയില്ല? പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയ ഇതുപോലെ ഫെയിമുള്ള ഒരു വ്യക്തിയുടെ ഭാര്യ ആയിരിക്കെ ഒളിച്ചോടിയ അത് 4 ആൾ അറിയില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് അത്രയ്ക്കുള്ള ചിന്താശക്തിയുള്ളെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഫെയിമായിട്ട് വളരെ ഫെയിമായിട്ട് സിനിമാ ലോകത്തുള്ള നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാര്യ വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയ എന്തായിരിക്കും അവസ്ഥ? രഹസ്യമായിട്ട് വെക്കാൻ പറ്റുമോ? അത് ചിന്തിച്ചാൽ മനസ്സിലാക്കാത്ത കാര്യമുള്ളൂ. അപ്പൊ ഈ കുട്ടിക്ക് നേരായ മാർഗം, നേരെ ഇത്രയും സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ നേരെ അച്ഛന്റെ അടുത്തോട്ട് വരിക. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ മാറി താമസിക്കാന്ന് പറഞ്ഞിട്ട് അതിൽ സമ്മതിക്കുന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോണില്ല എന്ന് പറഞ്ഞിട്ട് ഈ അനൂപ് എന്ന് പറയുന്ന ഡ്രൈവറെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അച്ഛന്റെ മുന്നിൽ അവതരിപ്പിച്ച് പതുക്കെ അച്ഛനെ കൊണ്ട് ആ കല്യാണം നടത്തിച്ച് മുന്നോട്ട് പോയി ജീവിക്കായിരുന്നു. ഇത് പക്വത എന്ന് പറയുന്ന ഒരു ലെവലേശമില്ലാതെ എല്ലാരെയും നാണം കെടുത്തി, ജനിച്ച 7 തലമുറ വരെ നാണം കെടുത്തുന്ന പോലെ നാണം കെടുത്തി ആ കുടുംബത്തെ മൊത്തം അവരുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാം നാണക്കേടല്ലേ. എല്ലാരെയും നാണം കെടുത്തി യാതൊരു ചിന്തയില്ലാതെ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അപ്പൊ ഈ അച്ഛനോട് ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അച്ഛനെയും മകള് പറയുന്ന മുഴുവൻ കേട്ട് മകൾക്കൊപ്പം തുള്ളാൻ നിൽക്കുന്നു. ഇപ്പൊ ഈ ജീമോൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് പുള്ളിയുടെ അഡ്വക്കേറ്റിനോട് പിണങ്ങുന്നു, എല്ലാവരുടെയും പേര് കേസ് കൊടുക്കുന്നു, ഉണ്ടായ മാനം പൈസ കൊടുത്ത് മായ്ക്കാൻ വേണ്ടി പത്രക്കാരെ കൊണ്ട് പോസ്റ്റ് അടിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ അച്ഛൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ കുട്ടിയുടെ അമ്മയാണെ ഉപേക്ഷിച്ച് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അതിന് അച്ഛന്റെ അമ്മയുടെയും ജീനുകളുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളില് അവരുടെ അമ്മയുടെ ജീനുകളും ഉണ്ട്. ആ അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലല്ലോ ഈ അച്ഛനെ. അതേപോലെ തന്നെ ഈ കുട്ടിക്കും വിപരീതമായ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വന്നാൽ അതിനെ ഫേസ് ചെയ്ത് അതിനെ അങ്ങോട്ട് തരണം ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെന്താന്ന് ചോദിച്ചാൽ അനൂപിന്റെ വീട്ടിൽ പ്രണയം കൊണ്ട് കണ്ണു കാണാൻ മേലാതെ ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചോടിപ്പോയ ഈ കുട്ടിക്ക് അനൂപിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ സുഖ സൗകര്യങ്ങൾ പോരാ വന്നപ്പോ 4 ദിവസം നിന്നിട്ടുള്ളൂ. അപ്പൊ തന്നെ പിന്നെ ഉള്ള ഒരു ആശ്രയം ആരാണ്? തിരിച്ച് അഖിലിന്റെ അടുത്തോട്ട് പോരാൻ പറ്റിയല്ലാത്തതുകൊണ്ട് നേരെ തിരിച്ച് അച്ഛന്റെ അടുത്തോട്ടാണ് പിന്നെ വന്നത്. ഇപ്പൊ പറയുന്ന ആവശ്യം എന്താണ്? അനൂപ് എന്ന ആളെ ഇഷ്ടമാണ് അഖിലിനെക്കാട്ടും. അപ്പൊ അനൂപ് അഖിൽ അച്ഛനെ അമ്മയിട്ട ചെറുങ്ങയില്ല. അനൂപ് അപ്പം പൈസയൊക്കെ ഈ മേഘയുടെ അച്ഛന് പൈസ ഉള്ളതുകൊണ്ട് അനൂപിനെ മേഘയും കൂടെ കൂട്ടുകയാണെങ്കിൽ അവർക്കൊന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ അവർ ജീവിച്ചോളാം. ഇതാണ് ഇപ്പോഴത്തെ മേഘയുടെ ഡിമാൻഡ്. അതായത് അനൂപിന്റെ വീട്ടിൽ പോയപ്പോൾ പറയുന്നത് നമുക്കറിയില്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയത് അനുസരിച്ച് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവിടെ ഗ്യാസ് അടുപ്പില്ല, കക്കൂസ് അറ്റാച്ച്ഡ് കക്കൂസില്ല, അങ്ങനെ പല വല്ല ഗ്രാമപ്രദേശമായിരിക്കും. അപ്പൊ അത് ഈ കുട്ടി ജീവിച്ചു വന്ന സിറ്റുവേഷനും ഇത്രയും അഖിലിന്റെ വീട്ടിലെ പണത്തിന്റെ അവസ്ഥയും ഇതൊന്നും പ്രണയിക്കുമ്പോൾ നമ്മൾ കണ്ണു കാണുകയല്ലോ. അത് കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും പല കാര്യങ്ങളും തിരിച്ചറിയുന്നത്. അപ്പൊ ആ കുട്ടിക്ക് തോന്നിയപ്പോൾ മനസ്സിലായിക്കാണ് എല്ലാം പക്വതയില്ലായതുകൊണ്ടാണ്. അപ്പൊ ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ട്, എന്നാ അനൂപിനെ മാത്രമേ ഇവിടെയും പറ്റുള്ളൂ, അവിടെ അഖിലിനെ പറ്റും കുഴപ്പമില്ല, ഇവിടെ അനൂപിനെ പറ്റുള്ളൂ, അനൂപിനെ നേരെ പറിച്ച് നടാം എന്നുള്ള രീതിക്കാണ് ചിന്തിച്ചത്. അതാണ് ഈ അച്ഛന്റെ അടുത്ത്. അപ്പോഴും ഇവിടെ പ്രശ്നം ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങളെ പറഞ്ഞ് പക്വതയോടെ പെരുമാറാനും ചിന്തിക്കാനും മാറ്റി എടുക്കുന്നതിന് പകരം ഈ കുട്ടി പിടിക്കുന്ന ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള രീതിക്കുള്ള കാര്യത്തിന് കൂട്ടി നിൽക്കുകയാണ് അച്ഛൻ ചെയ്യുന്നത്. അതെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ജീമോന്റെയും മറുനാടന്റെ വീഡിയോയിൽ എവിടെയും കേൾക്കുന്നതിന്ന് മനസ്സിലായത് ആ കുട്ടിയോട് വളരെയധികം വാത്സല്യമാണ് അച്ഛന്. അതാണ് പ്രശ്നം. അങ്ങോട്ട് വാത്സല്യം കൊണ്ട് കണ്ണ് കാണാതായി പോയാൽ അത് എവിടെ പോയാലും ദോഷം ചെയ്യും. കാരണം നാളെ ഒരിക്കൽ അനൂപില് ഈ കുട്ടിക്ക് എന്തേലും ദഹിക്കാൻ വയ്യാത്ത എന്തേലും സ്വഭാവം കണ്ട അപ്പൊ അനൂപിനെ എടുത്തു കളയില്ലേ. അപ്പൊ അതെന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കും കൗൺസിലിംഗ് നടത്തുകയാണ് വേണ്ടത്. എന്നിട്ട് ഇനിയിപ്പോ അനൂപിന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ജീവിക്കാം. അല്ലാതെ ഇനി അവിടുന്ന് പിടിച്ചോണ്ട് പോന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ പയ്യനെ ഇഷ്ടമെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കുന്നതല്ല. ഏതായാലും ജീമോനോട് ഇപ്പൊ അവർ പണങ്ങിയിട്ടുണ്ട്. ജീമോന്റെ പേരിലും കേസെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയ മറുനാടനും ജിനുവിനും ഒക്കെ വോയിസ് ഒക്കെ കൊടുത്തോണ്ടൊക്കെ പറയുന്നു. അപ്പൊ ബാക്കി പുള്ളിക്കാരൻ പറയുന്ന കേൾക്കാം. ഹായ്, ഞാൻ ജീമോൻ കല്ലുപുരയ്ക്കൽ. സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ പോകുന്ന വിഷയം കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള ലോകം നെടുങ്ങുന്ന അല്ലെങ്കിൽ രാജ്യം നെടുങ്ങുന്ന ഒളിച്ചോട്ടക്കഥയെക്കുറിച്ചാണ്. അതിപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വാർത്ത വരുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ആ വാർത്ത സംബന്ധമായ കേസിൽ ഈ കുട്ടി ഒളിച്ചു പോയപ്പം തൊട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ സമയം തൊട്ട് ഈ സമയം കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെയും സജീവമായി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ദേഷ്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മനോരമയും മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു, കുട്ടി ഒളിച്ചു പോയിട്ടില്ല, അച്ഛൻ്റെ അടുത്താണെന്ന്. പക്ഷെ അത് തെറ്റാണ്. കുട്ടി ഒളിച്ചു പോയത് തന്നെയാണ്. അച്ഛൻ്റെ അടുത്ത് വന്നെന്നുള്ളത് ശരിയാണ്. പക്ഷേ അനൂപുമായിട്ടുള്ള ഒരു ബന്ധവും ആ കുട്ടി വിട്ടിട്ടില്ല. ആ കുട്ടി ഇപ്പോൾ അനൂപിൻ്റെ കൂടെയുമാണ്. ചാനലുകാരെ
തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരു ശത്രുവായിട്ട് പോലും മാറി അവരുടെ മുമ്പിൽ. സത്യം പറയാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം ആ കേസിന് വേണ്ടി ഒരുപാട് പാടുപെട്ടും കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പം എന്നെ അടക്കം ഉള്ള മലയാളികളെ പൊട്ടന്മാരാക്കുന്നത് ഞാൻ സഹിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞത്. മേഘ ഒളിച്ചു പോയത് തന്നെയാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അനൂപിൻ്റെ കൂടെ തന്നെ പോയി. ഇതിലൊക്കെ രസമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ അവിടുത്തെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ കുട്ടിയുടെ മേഘയുടെ അച്ഛൻ. ഓൾ കേരള മെൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് അജിത്ത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അവഹേളിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു. വേശ്യെന്നും വളരെ മ്ലേച്ഛമായ രീതിയിൽ. അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അറസ്റ്റിലായി, അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടെന്ന് കേൾക്കുന്നു. പക്ഷേ സർവത്ര സ്ത്രീകളെയും തെറ്റ് പറയുന്ന ഇയാൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ മകൾ ഒളിച്ചു പോയപ്പം അത് പൂഴ്ത്തിവെച്ചു, കാശ് വാങ്ങി. 100% എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, സ്ത്രീകൾ തെറ്റ് ചെയ്ത ഒളിച്ചു വെക്കുന്ന ആളുകളുള്ളപ്പോൾ സത്യം പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. ഈ വാർത്ത ആദ്യം ചെയ്തത് നമ്മുടെ ബിനുവാണ്. ബിനു ആദ്യം ചെയ്തുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. തംബ്ലൈനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം നെടുങ്ങുന്ന ഒളിച്ചോട്ടം എന്നൊക്കെ കേട്ടപ്പം എൻ്റെ സുഹൃത്തും കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഈ കുട്ടി കാണിച്ചത് തെറ്റാണ്. അത് ഞാൻ എവിടെയും വരും. സത്യത്തിൻ്റെ നീതിക്കും കൂടെ നിന്നതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ബിനു രണ്ടാമത് ഞാൻ ഈ സത്യം പറഞ്ഞ ഒരു വാർത്ത ചെയ്തപ്പോൾ കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാമോ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു പറ്റുകയില്ലെന്ന്. അതിൻ്റെ പേരിലാണ് ഞാനും അദ്ദേഹം തമ്മിൽ പിണക്കമായതും അദ്ദേഹത്തിൻ്റെ മോൾ എന്നെ വിളിച്ച് വീണ്ടും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കേസ് കൊടുക്കുന്നു. ഞാൻ കേസൊക്കെ എത്ര കൊടുത്തത്, ഈ കൊടുത്തവന് കേസ് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്ത് കേസ് കൊടുക്കാനാണ്? സത്യം പറയുന്നതിന് കേസ് കൊടുക്കുന്നതിന് എന്ത്? അത് നമുക്ക് കോടതിയിൽ തെളിയിക്കാമല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പേടിപ്പിക്കേണ്ട, ചാനലുകാർക്കെതിരെ കേസ് കൊടുക്കുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. അതല്ല, സത്യം മൂടി വെക്കാൻ പാടില്ല. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റാണ് സമ്മതിക്കാനുള്ള ഒരു കഴിവുണ്ടാകുമ്പോഴുള്ളൂ മനുഷ്യനാവുള്ളൂ. അതുള്ള എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതുവരെ രംഗത്തൊന്നും വന്നില്ല. എൻ്റെ ഒരു വോയിസ് മാത്രമേ ഉള്ളൂ ഞാൻ കൊടുത്തുള്ളൂ. ഈ സംഭവം നടക്കുന്ന ആ സമയം തൊട്ട് ഈ 2-3 ദിവസം മുമ്പ് വരെയും സജീവമായി അവരുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഈ പ്രമുഖ ചാനലുകൾ ചെയ്ത വാർത്ത മുഴുവൻ കള്ളത്തരമാണ്. അതുപോലെ ഈ പ്രമുഖ ചാനലിൻ്റെ ഒരു കുഴപ്പമുണ്ട്. സത്യം അറിയാതെ അവർ വാർത്ത ചെയ്യും, എന്നിട്ട് സത്യം അറിയുമ്പോൾ അത് തിരിച്ച് വാർത്ത ചെയ്യത്തുമില്ല. മനോരമ ഇതിനു മുമ്പ് എനിക്കെതിരെ ഒരു ഫേക്ക് ന്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് എൻ്റെ ജഡ്ജ്മെൻറ്റ് കാണിച്ചിട്ട് പോലും അവർ തിരിച്ച് ഒരു വാർത്ത ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ മാതൃഭൂമി, ഈ ചാനലുകളെല്ലാം തന്നെ പച്ചക്കള്ളമാണ് ഈ അഖിലിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പം ലൈവ് വന്നത്. ഞാനിപ്പോൾ കൊച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ. യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഇതിൻ്റെ സത്യം എല്ലാവരും മനസ്സിലാക്കുക. മേഘ ഒളിച്ചു പോയതാണ്. 100%, 150% ഒളിച്ചു പോയതാണ്. ഇനിയിപ്പം എനിക്കെതിരെ എന്ത് കാര്യങ്ങൾ അവർ പറഞ്ഞാലും ആ പിണക്കമൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. സത്യമേ വജേത, സത്യം ചെയ്യും. സത്യത്തിൻ്റെ കൂടെ ഉള്ളൂ ഞാൻ നിൽക്കുകയുള്ളൂ. അത് എത്ര സുഹൃത്താണെങ്കിലും എൻ്റെ അപ്പനാണെങ്കിൽ പോലും ഞാൻ തെറ്റ് ചെയ്ത തെറ്റാണെന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ശത്രുക്കളൊക്കെ ഉണ്ടായത്. നന്ദി, നമസ്കാരം. ഒരു മണ്ടത്തരത്തിന്റെ ഘോഷയാത്ര തന്നെയാണ് മേഘയുടെ കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഖിലിന്റെ ഭാര്യയായിട്ടിരിക്കെ ഇതുപോലത്തെ ഒരു ഒളിച്ചോട്ടം നടത്തി അത് ഏത് പീക്ക് ലെവൽ എവിടെ വരെ എത്തുമെന്നുള്ളത് ചിന്തിക്കാൻ കഴിയണം. അതൊരു ഫിലിം സ്റ്റാറിന്റെ, വളരെ പ്രമുഖനായ ഒരു ഫിലിം സ്റ്റാറിന്റെ ഭാര്യ ഒളിച്ചോടിയാൽ എന്ത് സംഭവിക്കും? അത് തന്നെയാണ്. അഖിലിന് അത്രയും ആരാധകരുണ്ട്. അഖിലിടുന്ന വീഡിയോയുടെ വ്യൂസ് കണ്ടാൽ മില്യൺ കണക്കിന് വ്യൂസ് വരുമ്പോൾ അറിയാവുന്നേ ഉള്ളൂ. ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ചുമ്മാ കൂളായിട്ട് ഇറങ്ങിയ ഒരു പോക്ക് പോയി. രണ്ടാമത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു നിന്ന ഇദ്ദേഹത്തെ ജീമോനെ ശത്രുവായിട്ട് കണക്കാക്കി പിണങ്ങി അയാൾക്കെതിരെ കേസ്, ഇടുന്ന ചാനലുകൾക്കെതിരെ കേസ്. അപ്പൊ 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാന്നുള്ള രീതിയിലോട്ടാണ് ഇവർ പോകുന്നത്. പണം ഉള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കാം അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അവരെ ആരും ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞവരെയൊക്കെ അവര് വാ മൂടി കിട്ടുന്നു. അതുകൊണ്ട് എന്തുണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ ഞങ്ങളെ പോലത്തെ ചെറിയ ചാനലുകളൊക്കെ ചെയ്താലും
ഇത്രയുള്ളെന്ന് പറയാം. എന്നാലും ഉണ്ട് ലക്ഷങ്ങൾ കണക്കിന് വ്യൂസ് ആയിട്ടുണ്ട്. എന്നാലും മറുനാടനെ പോലെ ഒരു ചാനല് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ എത്തും എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ ജീമോനെ പിണക്കിയോണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഇന്ന് മറുനാടൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വളരെ വിശദമായിട്ട് കാര്യം. അപ്പൊ ഇനി ആരും അറിയാനില്ല. ഇവർ ഈ പ്രകോപിപ്പിക്കുകയും ഈ ജീമോനെയൊക്കെ ഉള്ളവരെ പോലെ പിണക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് ഇവർ അനുഭവിച്ചത്? ഒരു മനോരമയുടെ അത് പുള്ളി പറഞ്ഞത് ശരിയാ, വലിയ വലിയ ചാനലുകളെ അവർ ഫേക്കായിട്ട് ന്യൂസ് കൊടുത്താൽ അവർ ഫേക്കാണെന്ന് അറിഞ്ഞാൽ അത് തിരുത്താനൊന്നും അവർ പിന്നെ വരാറില്ല, മെനക്കെടാറില്ല. അപ്പൊ അവരെ കൊണ്ട് പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ അച്ഛന്റെ വീട്ടിലുണ്ടെന്നും പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒളിച്ചോടിയില്ല എന്ന് വരുമോ? അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ല. അപ്പൊ അതേ സമയത്ത് മേഘ മനസ്സിലാകണം, മേഘ ഒളിച്ചോടിയ നിമിഷം അഖിലിന്റെ പുരുഷത്വത്തിനെ ചോദ്യം ചെയ്താണ് സോഷ്യൽ മീഡിയ കുറെ മണിക്കൂറുകൾ പോയി. കുറച്ച് കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അതല്ല, ഇവർ പ്രണയിച്ചു പോയതാണ്. അതുപോലെ ഇപ്പൊ പക്വതയില്ലാത്ത കുറെ അധികം തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഇപ്പൊ ഇവര് നിൽക്കുന്നത്. കേസും വഴക്കും എല്ലാം ആയിട്ട് എല്ലാവരുടെയും വായടയ്ക്കാം, വാ മൂടാന്ന്. ഈ വക കേസിനൊന്നും വലിയ ഇതൊന്നുമില്ല, കുറച്ചു കാലം കയറി ഇറങ്ങും, അത്രയൊക്കെ ഉള്ളൂ. അതിപ്പേതും പക്വതയോടെ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഇങ്ങനെ ശത്രുക്കളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.